നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ കിച്ചൺ സിങ്ക് ഞായറാഴ്ച ദിവസമാണ്. ഈ കിച്ചൺ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കിച്ചണിൽ ഈ പാത്രങ്ങളിൽ അടിയിൽ വെള്ളം വീഴുകയും സ്മെല്ലുകൾ ഉണ്ടാവുകയും മറ്റു പല കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ നോബും കാര്യങ്ങളും അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സിങ്കിന് ലൈഫും കിട്ടും. നമ്മുടെ പാത്രങ്ങളും മറ്റും നനയാതെ അടിയിൽ നിന്നും വെള്ളം വീഴാതെ കണ്ട് റെഡിയാകും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത്. ഇവിടെ ഇപ്പം ഞാനിത് അഴിച്ചതാണ്. ഇത് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന സാധനമാണ്. അത് നമ്മളിങ്ങനെ അഴിച്ചെടുക്കുക. എന്നിട്ട് ഈ പൈപ്പ് വൃത്തിയായിട്ട് നമ്മൾ വെളിയിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്യണം. അപ്പം ഞാനത് ക്ലീൻ ചെയ്തു. പക്ഷെ മോഡേൺ സിങ്കിൽ വ്യത്യാസമാണ്. അതിനടിയിൽ വേറെ സാധനങ്ങളുണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മളിത് അഴിച്ചിപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇനി അത് ഫിറ്റ് ചെയ്യാൻ പോകണം. ഇത് നോക്കൂ, ഇതിലെ വേസ്റ്റുകൾ. ഈ വേസ്റ്റുകൾ അടച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഉൾപ്പെടെ പോകും. അപ്പോൾ കൂടുതൽ എക്സ്പെൻസ് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അവിടെ നമ്മുടെ സെക്കൻഡ് കിച്ചണിലെയാണ് നമ്മുടെ നോർമൽ സിങ്കാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചത്. ഇവിടെ നമ്മുടെ മോഡേൺ സിങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം ഒക്കെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ വെള്ളം ലീക്കും, എൻ്റെ സിസ്റ്റം കംപ്ലൈൻ്റ് ആകുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ബോട്ടിൽ ട്രാപ്പ് ഉണ്ട് അടിയിൽ. അതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പറ്റും. ബോട്ടിൽ ട്രാപ്പ് അഴിക്കാൻ പോവുകയാണ്. അത് കാണാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ്. അത് നമ്മൾ ബോട്ടിൽ ട്രാപ്പ് ഇങ്ങനെ അഴിച്ചെടുക്കുക. ബോട്ടിൽ ട്രാപ്പ് അഴിക്കുമ്പം അതിനടിയിൽ ശ്രദ്ധിക്കേണ്ട നമ്മളൊരു പാത്രം വെച്ചിട്ട് വേണം അത് അഴിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വെള്ളമാവും. ഇത് കണ്ടോ, ഇതിൽ ഫുള്ള് വേസ്റ്റാണ്. ഈ വേസ്റ്റ് നമ്മളെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് ഫുള്ള് ഇതിൻ്റെ മുകളിലോട്ട് കയറും, സ്മെല്ലാവും, ഭയങ്കര കംപ്ലൈൻ്റ് ആകും കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പം നമുക്കറിയില്ല. അപ്പോൾ അത് എല്ലാവരും ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ.